ഫോർട്ട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ആരതി എന്ന ഒരു ചെറുപ്പക്കാരി ജീവൻ വെടിഞ്ഞു കിടക്കുന്നതായിട്ട് കണ്ടെത്തി. അവർ കഴിഞ്ഞ 5 മാസമായി അവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്. അവിടെ ഭർത്താവ് അതുലെന്ന് പറഞ്ഞ വ്യക്തിയാണ്. അവിടെ ചുറ്റുവട്ടത്തുള്ള അയൽവക്കക്കാരായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവർ 5 മാസമായി കഞ്ഞിപ്പുര മുടുക്കിൻ്റെ അവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്. ഫോർട്ട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് ഈ സംഭവം. അവിടെ വാടകയ്ക്ക് താമസിക്കാൻ രാവിലെ ഇവർ ആ വീട്ടിൽ നിന്ന് 2 പേരും വീട് പൂട്ടിപ്പോവും. ഒരാൾ PSC കോച്ചിങ് ക്യാമ്പിലേക്ക് പോവുകയാണ്. അത് ആരതി രാവിലെ പോയി കഴിഞ്ഞാൽ കോച്ചിങ് ക്യാമ്പ് കഴിഞ്ഞ് വൈകിട്ടേ വരുള്ളൂ. ഭർത്താവും ഇവരുടെ ഒപ്പം ഇറങ്ങും. അയാളൊരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലിക്കാരനാണ്. അയാൾ ഇവരെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ആളാണ്. അവരുടെ വീടിലെ അമ്മയും അപ്പനും വേറെ താമസിക്കുകയാണ്. അല്ല, അതുലുമായിട്ടുള്ള വഴക്ക് ഈ കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ തുടങ്ങിയാണ്. 1.5 വർഷമായി അവർ കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ല. ആ ആരതിയുടെ പിതാവ് വിദേശത്താണ്, അമ്മ സ്ഥലത്തുണ്ട്. ഏതായാലും കഴിഞ്ഞ വെള്ളിയാഴ്ച ആ പെൺകുട്ടി പിതാവിനെ വിളിച്ചു പറഞ്ഞു, എന്നെ അതിക്രൂരമായി ഭർത്താവ് മർദ്ദിക്കുകയാണ്, എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ അമ്മയെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ടാണ് ഗൾഫിലുള്ള പിതാവിനെ വിളിച്ചു പറഞ്ഞത്. പിതാവ് അമ്മയെ വിളിച്ചു പറഞ്ഞു. ഏതായാലും അവർ ഇവരെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അവരുടനെ അവളുടെ ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു. അതുലെന്ന് പറഞ്ഞ ഭർത്താവിനെ വിളിച്ച് അയാൾ അവിടെ പോയി നോക്കാൻ പറഞ്ഞു. അയാൾ അവിടെ പോയി നോക്കി. വീട് അകത്തുനിന്ന് പൂട്ടിക്കിടക്കുന്നു. അയാളത് ചവിട്ടിപ്പൊളിക്കാനൊന്നും തയ്യാറായില്ല. അയൽവക്കത്തുള്ളവരെല്ലാവരും കൂടെ വന്നു, പോലീസിനെ അറിയിച്ചു. അങ്ങനെ ആ വീടിൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ചു. നോക്കിക്കഴിയുമ്പം അവർ മരണപ്പെട്ട് കിടക്കുന്നതാണ് കണ്ടത്. അവർക്ക് ദേഹം മുഴുവൻ പോസ്റ്റ്മോർട്ടത്തിൽ ധാരാളം പരിക്കുകൾ കണ്ടു. 13ഓളം മുറിപ്പാടുകൾ കണ്ടിരിക്കുന്നു. ഭർത്താവ് ക്രൂരമായി ആ പെൺകുട്ടിയെ മർദ്ദിക്കുന്നു എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. അതേസമയത്ത് പല മുറിപ്പാടുകളും കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ കല്യാണം കഴിച്ചപ്പം മുതൽ ഇവരെ ഭീകരമായിട്ട് മർദ്ദിക്കുന്നുണ്ടായിരുന്നു. അത് മുറിപ്പാടുകൾ പലതും ഉണങ്ങി കരിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പം 13ഓളം മുറിപ്പാടുകൾ ഫ്രഷായിട്ടുണ്ട്. ഈ മരണത്തിന് തൊട്ട് 2 ദിവസം മുമ്പ് അവർ അതിക്രൂരമായി കുട്ടിയെ മർദ്ദിച്ചു എന്നാണ്. അതുകൊണ്ടാണ് പിതാവിൻ്റെ അടുത്ത്, ഗൾഫിലുള്ള പിതാവിനെ വിളിച്ചു പറഞ്ഞു, അമ്മയുടെ അടുത്ത് വിളിച്ചു പറഞ്ഞു. ഇയാളുടെ വിവാഹ സമയത്ത് അവർ 50 പവൻ ഇയാൾക്ക് സ്വർണം കൊടുത്തിരുന്നു. അത് മുഴുവൻ ഇയാൾ വിറ്റ് നശിപ്പിച്ചു. അയാൾ വിനോദയാത്രയ്ക്ക് കൂടെ പോകും. അതാണ് അയാളുടെ ഒരു വിനോദം. ഇവരെ മർദ്ദിക്കുന്നതും വിനോദയാത്രയ്ക്ക് പോകുന്നതുമാണ് അയാൾക്കൊരു വിനോദമായിട്ട് തന്നെ തോന്നി. ആ സ്വർണം മുഴുവൻ നശിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം വരുന്ന മറ്റൊരു വാർത്ത, മരണപ്പെട്ട പെൺകുട്ടിക്ക് കൊല്ലം കളക്ട്രേറ്റിൽ നേരത്തെ ജോലി ഉണ്ടായിരുന്നു. പിന്നീട് ആ ജോലി ടെമ്പററി ആയിരുന്നു, അത് നഷ്ടപ്പെട്ടു. അതിനുശേഷം വീണ്ടും ജോലിക്ക് ട്രൈ ചെയ്യുകയും അതുപോലെ PSC ടെസ്റ്റ് എഴുതുകയൊക്കെയായിരുന്നു. അതിൻ്റെ ട്രെയിനിങ്ങിന് പോയി ടെസ്റ്റ് എഴുതി ഒരു ജോലി ലഭിക്കാനുമൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വിവാഹം നടക്കുന്നതിന് തൊട്ട് മുമ്പ് നേരത്തെ ഒരു വിവാഹ ആലോചന ഇവരുടെ ഭർത്താവിന് അതുലിന് വന്നു. ആ വിവാഹം ഉറപ്പിക്കാറായി കഴിഞ്ഞപ്പോഴാണ് ഈ ആരതിയുമായിട്ടുള്ള വിവാഹാലോചന വന്നു. ആരതിയുടെ പിതാവ് ഗൾഫിലാണ്, ചിലപ്പോൾ സാമ്പത്തിക സൗകര്യമൊക്കെ ഉണ്ട്. 50 പവൻ സ്വർണം കൊടുക്കാമെന്ന് പറഞ്ഞു. അതിൽ അയാൾ വീണു. പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും ഇയാൾ മർദ്ദകനായിട്ടാണ് കാണപ്പെടുന്നത്. അയാൾക്ക് അതൊരു രസമാണോ ഇങ്ങനെ മർദ്ദിക്കുന്ന സ്ത്രീകളെ? അതുപോലെ മർദ്ദിച്ച് അവരെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അങ്ങനെയാണ് അടുത്ത കല്യാണത്തിന് പോകാമല്ലോ. അതുകൊണ്ട് ഇയാളെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇയാൾ നല്ല ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നേരത്തെ ഇയാൾക്കൊരു കല്യാണ ആലോചന ഇയാൾ നടത്തി. ആ പെൺകുട്ടി അത് ആഗ്രഹിച്ചു. ആ കല്യാണം ഉറപ്പിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഇയാൾ പിന്മാറി. ഈ പുതിയ വിവാഹം വന്നതോടുകൂടി അതിൽ നിന്ന് അയാൾ പിന്മാറിക്കഴിഞ്ഞപ്പം ആ പെൺകുട്ടി പിന്നീട് ജീവൻ പിടിഞ്ഞതായിട്ടാണ് വരുന്ന വാർത്തകൾ. ഏതായാലും ഇയാളെ സംബന്ധിച്ചിടത്തോളം ഏത് പെൺകുട്ടി വന്നാലും അവരെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന സ്വഭാവം ഇയാൾക്കുണ്ട്. അത് ലൈംഗികമായ ഒരു മർദ്ദനത്തിൽ കൂടെ പോകുന്നതാണോ, അതോ ഇയാൾക്ക് അവരുടെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞ പണം അവരുടെ കൈപ്പറ്റി കഴിഞ്ഞ് ആ പണം തീർന്നു കഴിഞ്ഞാൽ അടുത്തതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവരെ
കൊലപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ടാണോ ഈ അതിക്രൂരമായ ഈ മർദ്ദനം ഇയാൾ അഴിച്ചുവിടുന്നത്? ഏതായാലും ഈ പെൺകുട്ടിക്ക് ദേഹാസകലം പാടുകൾ കരിഞ്ഞതും ഉണ്ട്, അതോടൊപ്പം തന്നെ 13 മുറിവുകൾ ഫ്രഷായിട്ടും ഉണ്ട്. അതിന് ഈ മരണത്തിന് 2 ദിവസം മുമ്പ് തീർച്ചയായിട്ടും ഒരു മർദ്ദനം ഗംഭീരമായിട്ട് നടന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇയാൾ അവിടെ ഈ അമ്മ വിളിച്ചു പറഞ്ഞിട്ട് ആ സ്പോട്ടിൽ വന്നപ്പം ഇയാൾ ആ വീട് അകത്തുനിന്ന് പൂട്ടിയിരിക്കുന്നത് കണ്ട് തുറക്കാതെ ഇരുന്നപ്പം നാട്ടുകാർ ചുറ്റുമുള്ളവരൊക്കെ വന്ന് ഇങ്ങനെ അകത്തുനിന്ന് കുറ്റിയിട്ടിട്ടാണ് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. എന്താ നാട്ടുകാരാണ് ആ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് ഈ മരിച്ചു കൊടുക്കുന്ന കുട്ടിയെ കണ്ടത്. ഫോർട്ട് പോലീസിൽ നിന്ന് വന്നു. അവർ ഡെഡ് ബോഡി അവിടെ നിന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. അന്നേരമാണ് ഈ 13 മുറിവുകൾ ഫ്രഷായിട്ട് കണ്ടത്. നിവൃത്തിയില്ലാതെ അത്ര ക്രൂരമായ മർദ്ദനത്തിൻ്റെ ഒടുവിലാണ് ജീവൻ വെടിയാൻ തന്നെ ആ കുട്ടി തീരുമാനിച്ചത്. പിതാവിനെ, അമ്മയെ വിളിച്ചിട്ട് ലഭിച്ചില്ല ആദ്യം ഫോൺ, അതുകൊണ്ട് ഉടനെ ഗൾഫിലുള്ള പിതാവിനെ വിളിച്ചു. പിതാവിന് സംശയം തോന്നിയിട്ട് അമ്മയെ പിന്നീട് വിളിച്ചു പറഞ്ഞു പോയി നോക്കാൻ. അങ്ങനെയാണ് ഫോൺ എടുക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ഈ സംശയം വന്നിരിക്കുന്നത്. ഏതായാലും ഇതുപോലെയുള്ള ഇപ്പോഴത്തെ ധാരാളം പെൺകുട്ടികൾക്ക് അതിക്രൂരമായ മർദ്ദനം പല സ്ഥലത്തും ഏൽക്കുന്നുണ്ട്. മർദ്ദനത്തിന് ഭർത്താവ് മാത്രമല്ല, ഭർത്താവിൻ്റെ അമ്മയും സഹോദരങ്ങളും ഒക്കെ കൂടുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇതുപോലെയുള്ള ഭർത്താവായാലും ശരി, കല്യാണം എത്ര മംഗളമായിട്ട് എത്ര വലിയ പണം മുടക്കി നടത്തിയാലും ശരി, ജീവന് ഭീഷണിയാണെന്ന് പെൺകുട്ടിക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ വിവാഹം ഒന്നെങ്കിൽ വേർപെടുത്തണം, അല്ലെന്നുണ്ടെങ്കിൽ ആ വിവാഹത്തിൽ നിന്ന് പിന്മാറി അവരുടെ വീട്ടിൽ മാതാപിതാക്കൾക്കൊപ്പം മടങ്ങണം. അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് വരുമാനമുള്ളവരാണെങ്കിൽ സ്വന്തമായിട്ട് ജീവിക്കാൻ തയ്യാറാകണം. ഇത്ര ക്രൂരമായ മർദ്ദനം അടിച്ചുവിടുന്ന ഒരാളുടെ ഒപ്പം ജീവിക്കുന്നത് ദുസ്സഹമാണ്. അങ്ങനെ ജീവിക്കാനും കഴിയില്ല. അതുകൊണ്ട് മാറി ചിന്തിക്കേണ്ട സമയം എത്തിയിരിക്കുന്നതെന്നാണ് പെൺകുട്ടികളുടെ എനിക്ക് പറയാനുള്ളത്.